ഹായ് ഹലോ, നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ 7th ലെസൺ ഊർജ പരിപാലനം എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഓൾഡ് SCERTയിലെ ലെസൺ ആണ് കേട്ടോ. ഊർജ പരിപാലനം ഒരുപാട് പോയിന്റ്സ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പറ്റുമെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാഫ് പോർഷനായിട്ട് നിർത്തിയിട്ട് നെക്സ്റ്റ് പാർട്ട് അടുത്ത ക്ലാസ്സിലായിട്ടും ചെയ്യാം. നോക്കാം കംപ്ലീറ്റ് ആവുമോ എന്നുള്ളത്. വലിയൊരു ലെസണാണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടും ഉണ്ട്. നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഭാഗത്ത് പഠിക്കേണ്ടതെന്നുള്ളത് ആദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്താണ്? പഴയ കാലത്തുണ്ടായ കൊച്ചി നഗരത്തിൻ്റെ ഒരു പഴയ ചിത്രമാണ് അല്ലേ. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ഇതുണ്ടോ. മെട്രോ ട്രെയിനൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള ചിത്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് പോയിന്റിലോട്ട് വരാം. എന്താണ് ഇങ്ങനെ ഉള്ള മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ഊർജ ഉപഭോഗത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും അല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ ഊർജ്ജ സ്രോതസ്സ് എന്ന് പറഞ്ഞാൽ എന്താ, എനർജി സോഴ്സുകളാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് എനർജിയൊക്കെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എന്താണ്? കായിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പേശി ഊർജം, മസ്കുലാർ എനർജി, അതുപോലെ പാചക ആവശ്യത്തിന് വേണ്ടി രാസോർജം, അങ്ങനെ കായികോർജം മുതൽ വൈദ്യുതോർജം വരെ അനേകം ഊർജ രൂപങ്ങൾ നാം ഉപയോഗിക്കുന്നുണ്ട്. ഇന്ധനങ്ങൾ, സൂര്യൻ, പവർ സ്റ്റേഷൻ എന്നിങ്ങനെ വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നാണ് ഈ ഊർജ്ജ രൂപങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഊർജ്ജങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഊർജ്ജ സ്രോതസ്സുകളെയും പരിചയപ്പെടുത്തുകയാണ്. കായികോർജം മുതൽ വൈദ്യുതോർജം വരെ അനേകം ഊർജ്ജ രൂപങ്ങൾ നാം ഉപയോഗിക്കുന്നുണ്ടെന്നും അതുപോലെ ഇന്ധനങ്ങൾ, സൂര്യൻ, പവർ സ്റ്റേഷൻ എന്നിങ്ങനെ വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നാണ് ഈ ഊർജ്ജ രൂപങ്ങൾ ലഭിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി നമുക്ക് ഊർജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുമ്പോൾ കുറച്ചു ഭാഗം മറ്റ് ഊർജ രൂപങ്ങളിൽ നഷ്ടപ്പെടുന്നുണ്ട്. ഈ നഷ്ടം ഊർജ പ്രതിസന്ധിക്കുള്ള പ്രധാന കാരണമാണ്. ഊർജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുമ്പോൾ കുറച്ചു ഭാഗം മറ്റ് ഊർജ രൂപങ്ങളിൽ നഷ്ടപ്പെടുന്നുണ്ട്. മനസ്സിലായോ എന്താ പറയുന്നതെന്ന്? ഇപ്പോൾ വൈദ്യുതോർജം നമ്മളൊരു ബൾബ് പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രകാശോർജ്ജമാക്കി മാറ്റുകയാണെങ്കിൽ അവിടെ ഈ പ്രകാശോർജ്ജത്തോടൊപ്പം കുറച്ച് താപോർജ്ജം ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്രകാശോർജ്ജത്തോടൊപ്പം അവിടെ കുറച്ച് താപോർജ്ജം എന്ന പേരിൽ ഊർജ്ജ നഷ്ടം അവിടെ സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ നഷ്ടമൊക്കെ ഊർജ്ജ പ്രതിസന്ധിക്കുള്ള പ്രധാനപ്പെട്ട കാരണമാണെന്നാണ് പറയുന്നത്. വിവിധ പ്രവർത്തനങ്ങൾക്ക് ഏതൊക്കെ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കണമെന്നും അത് പാഴായി പോകാതെ യുക്തിസഹവും ശാസ്ത്രീയവുമായി ഉപയോഗിക്കേണ്ടതും ഇന്നിൻ്റെ അനിവാര്യമാണ് എന്നൊക്കെ ഊർജ്ജത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് ഇന്ധനങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആദിമ മനുഷ്യൻ ആദ്യമായി ഉണ്ടാക്കിയെടുത്ത ഊർജ്ജ രൂപം താപമായിരിക്കും. നമ്മൾ കേട്ടിട്ടുണ്ട്, കാട്ടുതീ ഉണ്ടായപ്പോൾ എന്താണ്, താപം എന്തായാലും ഉണ്ടാവുമല്ലോ. കാട്ടുതീയാണ് മനുഷ്യനെ ഏറ്റവും ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു താപരൂപം എന്ന് പറയുന്നത്. അപ്പോൾ കാട്ടുതീ ഉണ്ടായപ്പോൾ താപമുണ്ടായി. അതിനുശേഷം ഈ താപോർജ്ജം വിറക് ഉപയോഗിച്ച് വീണ്ടും ഉണ്ടാക്കി. അപ്പോൾ ആദ്യത്തെ ഇന്ധനവും ഏതായിരിക്കും? വിറകായിരിക്കും. കത്തുമ്പോൾ ധാരാളമായി താപം പുറത്തുവിടുന്നവയാണ് ഇന്ധനങ്ങൾ അല്ലേ. കത്തുമ്പോൾ ധാരാളമായി താപം പുറത്തുവിടുന്നവയാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഇന്ധനങ്ങളെ 3ആയി ഡിവൈഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു. ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ. ക്ലിയർ ആയല്ലോ? ഇനി ജ്വലനത്തെക്കുറിച്ചൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കടലാസ് നിവർത്തി വെച്ചിട്ട് അതിനെ കത്തിക്കുക, ചുരുട്ടിയ കടലാസ്, അതുപോലെ ആ കടലാസിനെ നനയ്ക്കുക. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റ്, പൂർണ്ണ ജ്വലനം നടക്കാൻ ഇന്ധനങ്ങൾക്കുണ്ടായിരിക്കേണ്ട സവിശേഷതകളാണ്. എന്തിനു വേണ്ടിയിട്ട്? പൂർണ്ണ ജ്വലനം നടക്കാൻ വേണ്ടിയിട്ട്. ഖര ഇന്ധനങ്ങൾ ഉണങ്ങിയതായിരിക്കണം. വിറകൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം അല്ലേ. അതുപോലെ ജ്വലിക്കാൻ ആവശ്യമായിട്ടുള്ള താപനിലയിൽ എത്തിച്ചേരണം. ജ്വലനത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭ്യമാക്കണം. ഇത്രയുമാണ് പൂർണ്ണ ജ്വലനം നടക്കാൻ വേണ്ടിയിട്ട് ഇന്ധനങ്ങൾക്കുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണ ജ്വലനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പൂർണ്ണ ജ്വലനത്തിൻ്റെ സവിശേഷതകൾ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നില്ല. ഒന്നാമത്തെ പോയിന്റ്, കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നില്ല. അതുപോലെ താപോർജ്ജം കൂടുതലാണ്. പൂർണ്ണ ജ്വലനമാണ് നടക്കുന്നതെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നില്ല, താപോർജ്ജം കൂടുതലുമാണ് എന്ന പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. ആദ്യം പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? പൂർണ്ണ ജ്വലനം നടക്കാൻ ഇന്ധനങ്ങൾക്കുണ്ടായിരിക്കേണ്ട സവിശേഷതകളാണ് ആദ്യം പറഞ്ഞത്. ഖര ഇന്ധനങ്ങൾ ഉണങ്ങിയതായിരിക്കണം, ജ്വലിക്കാൻ ആവശ്യമായ താപനിലയിൽ എത്തിച്ചേരണം, ജ്വലനത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭ്യമാക്കണം. പൂർണ്ണ ജ്വലനത്തിൻ്റെ സവിശേഷതകളാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നില്ല, അതുപോലെ തന്നെ താപോർജ്ജം കൂടുതലായിരിക്കും എന്ന 2 പോയിന്റ്സ്. ഇനി ഇന്ധനങ്ങളുടെ ജ്വലനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു
നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ഉണ്ട്, അതൊന്ന് നോക്കാട്ടോ. എന്താണെന്ന് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഭാഗിക ജ്വലനം, പൂർണ്ണ ജ്വലനത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭാഗിക ജ്വലനത്തിൻ്റെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഭാഗിക ജ്വലനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അവിടെ നമ്മൾ പറഞ്ഞു കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നില്ല എന്ന്. പൂർണ്ണ ജ്വലനത്തിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നില്ല. പക്ഷേ ഇവിടെയാണെങ്കിലോ ഭാഗിക ജ്വലനത്തിൽ എന്താണ്? കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? അവിടെ താപോർജ്ജം കൂടുതലാണ് അല്ലേ? പൂർണ്ണ ജ്വലനത്തിന്റെ സാഹചര്യത്തിൽ താപോർജ്ജം കൂടുതലാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? അതിന്റെ നേരെ വിപരീതമായിരിക്കും. താപോർജ്ജം കുറവ്. അതുപോലെ എന്താണ്? ഓക്സിജന്റെ ലഭ്യതക്കുറവ് കൊണ്ടാണല്ലോ ഈ ഭാഗിക ജ്വലനം ഉണ്ടാകുന്നത്. ഓക്സിജന്റെ ലഭ്യതക്കുറവ്. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭാഗിക ജ്വലനത്തിന്റെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകൾ നമുക്ക് പറയാവുന്നത്. ഇനി ഭാഗിക ജ്വലനം കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദ്യമുണ്ട്. ഭാഗിക ജ്വലനം കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന് ഇന്ധന നഷ്ടം. ഒന്നാമത്തെ പോയിന്റ് ഇന്ധന നഷ്ടം. അതുപോലെ തന്നെ സമയനഷ്ടം. രാവിലെ എണീറ്റ് അടുപ്പ് കത്തുന്നില്ലെങ്കിൽ നമ്മുടെ അമ്മമാരുടെയൊക്കെ എത്ര സമയമാണ് പോകുന്നത് അല്ലേ? സമയനഷ്ടം. അതുപോലെ എന്താണ്? പരിസര മലിനീകരണം. ഓക്കെ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് പൂർണ്ണ ജ്വലനവുമായി ബന്ധപ്പെട്ടാണ്. പൂർണ്ണ ജ്വലനം നടക്കാൻ വേണ്ടിയിട്ട് ഇന്ധനങ്ങൾക്കുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ പറഞ്ഞു. അതുപോലെ പൂർണ്ണ ജ്വലനത്തിൻ്റെ സവിശേഷതകൾ പറഞ്ഞു. പൂർണ്ണ ജ്വലനത്തിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നില്ല. കാരണം എല്ലാം കത്തിത്തീരുകയാണല്ലോ, കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നില്ല. താപോർജ്ജം എല്ലാം കത്തിത്തീരുന്നതുകൊണ്ട് തന്നെ നല്ല ചൂടും അവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഭാഗിക ജ്വലനത്തിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അവിടെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പോയിന്റ്. അതുപോലെ തന്നെ താപോർജ്ജം നമ്മൾ വിചാരിച്ചത്ര ഉണ്ടാവില്ല. താപോർജ്ജം കുറവായിരിക്കും. ഓക്സിജന്റെ ലഭ്യത കുറവ്. പിന്നെ ഭാഗിക ജ്വലനം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇന്ധന നഷ്ടം ഉണ്ടാവുന്നുണ്ട്, സമയനഷ്ടം ഉണ്ടാവുന്നുണ്ട്, പരിസര മലിനീകരണവും സംഭവിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്, അത് നോക്കാം. ഇന്ധനങ്ങളുടെ ജ്വലനവുമായി ബന്ധപ്പെട്ട് കമ്പസ്റ്റൻ അല്ലേ? അപ്പോൾ നോക്കാം എന്തൊക്കെയാണെന്ന്. ഇന്ധനങ്ങൾ ജ്വലിക്കുന്നത് ഓക്സിജന്റെ സഹായത്താലാണ്. ഇന്ധനങ്ങൾ പൊതുവെ ഓക്സിജനുമായി തീക്ഷ്ണമായി പ്രതിപ്രവർത്തിച്ച് താപവും പ്രകാശവും അതോടൊപ്പം കാർബൺ ഡയോക്സൈഡും നീരാവിയും ഉണ്ടാകുന്നതാണ് പൂർണ്ണജ്വലനം. പൂർണ്ണജ്വലനം എന്താണെന്നാണ് തന്നിരിക്കുന്നത്. എന്താണ് പൂർണ്ണജ്വലനം? ഇന്ധനങ്ങൾ പൊതുവെ പൂർണ്ണജ്വലനം. ഓക്കെ, നോക്കിക്കോളൂ. ഇന്ധനങ്ങൾ പൊതുവെ ഓക്സിജനുമായി തീക്ഷ്ണമായി പ്രതിപ്രവർത്തിച്ച് താപവും പ്രകാശവും അതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയും. ഓക്കെ, പൂർണ്ണജ്വലനത്തിന് എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്, നീരാവി ഉണ്ടാവുന്നുണ്ട്, അതുപോലെ താപവും പ്രകാശവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പൂർണ്ണജ്വലനം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ആവശ്യമായ അളവിൽ ഓക്സിജൻ ലഭിക്കുമ്പോഴാണ് പൂർണ്ണജ്വലനം ഉണ്ടാവുന്നത്. അങ്ങനെയെങ്കിൽ ആവശ്യമായ അളവിൽ ഓക്സിജൻ ലഭിക്കുന്നില്ല എന്നുള്ള കേസിൽ ജ്വലനത്തിൻ്റെ തോത് കുറവായിരിക്കുമല്ലോ. ഓക്സിജന്റെ അളവ് കുറവായാൽ കൂടുതൽ കാർബൺ മോണോക്സൈഡും കരിയും കുറഞ്ഞ അളവിൽ കാർബൺ ഡയോക്സൈഡും ഉണ്ടാകും. ഇത്തരം ജ്വലനമാണ് ഭാഗിക ജ്വലനം. അപ്പോൾ ഭാഗിക ജ്വലനം എന്താണ്, പൂർണ്ണ ജ്വലനം എന്താണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇന്ധനങ്ങൾ പൊതുവെ ഓക്സിജനുമായിട്ട് തീക്ഷ്ണമായി പ്രതിപ്രവർത്തിച്ചിട്ടാണ് താപവും പ്രകാശവും അതോടൊപ്പം കാർബൺ ഡയോക്സൈഡും നീരാവിയുമാണ് എവിടെ ഉണ്ടാവുന്നത്? പൂർണ്ണ ജ്വലനത്തിന്റെ കേസിൽ ഉണ്ടാവുന്നത്. ആവശ്യമായ അളവിൽ ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഭാഗിക ജ്വലനം സംഭവിക്കുന്നത്. ഈ ഭാഗിക ജ്വലനത്തിന്റെ സമയത്ത് കാർബൺ മോണോക്സൈഡ് വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നത്, പിന്നെ കരിയുമാണ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയോ? അന്തരീക്ഷത്തിൽ കലരുന്ന കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പുകയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ അനുവദിക്കപ്പെട്ട അളവിലും കൂടുതലുണ്ടോ എന്നറിയാനാണ് പുക പരിശോധന നടത്തുന്നത്. വാഹനങ്ങളിൽ എന്തിനു വേണ്ടിയിട്ടാണ് പുക പരിശോധന നടത്തുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പുകയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു അളവുണ്ട്. അപ്പൊ അതിലും കൂടുതലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വാഹനങ്ങളിൽ എന്ത് ചെയ്യുന്നത്? പുക പരിശോധന നടത്തുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് വന്നിട്ടുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. എന്നിട്ട് അടുത്തൊരു ഏരിയയിലോട്ട് വരാം. ഓക്കെ,
ഫോസിൽ ഇന്ധനങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുള്ള സസ്യങ്ങളും ജീവികളും അതുപോലെ വായുവിന്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. കണ്ടോ, ഓരോ പോയിന്റ് അഡീഷണൽ വരുന്ന കണ്ടോ. നമ്മൾ 5th സ്റ്റാൻഡേർഡിലെ ലെസൺ പഠിച്ചപ്പോൾ അതിൽ എന്താ പറഞ്ഞത്? ഫോസിൽ ഇന്ധനങ്ങൾ എന്നാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുള്ള സസ്യങ്ങളും ജീവികളും ഒക്കെ ജീർണിച്ച് അങ്ങനെ ഉണ്ടാവുന്നതാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്നുള്ള പോയിന്റ് മാത്രമാണ് പറഞ്ഞത്. ഇങ്ങോട്ട് വരുമ്പോഴോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടിയിൽപ്പെട്ടു പോയ സസ്യങ്ങളും ജീവികളും വായുവിന്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. പറഞ്ഞു വരുന്നത് കണ്ടോ. എക്സാമ്പിൾ കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നിവ ഫോസിൽ ഇന്ധനങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ഒന്നുകൂടെ നോക്കാം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളും ജീവികളും വായുവിന്റെ അസാന്നിധ്യത്തിൽ, പോയിന്റ് നോട്ട് ചെയ്യുക, വായുവിന്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വായുവിന്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നിവ ഫോസിൽ ഇന്ധനങ്ങളാണ്. ഇവ ഉപയോഗിച്ച് തീരുന്നതനുസരിച്ച് പുനരുൽപാദിപ്പിക്കപ്പെടുന്നില്ല. അതിനാൽ ഇവ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ്, പാരമ്പര്യ ഊർജ സ്രോതസ്സുകളാണ്. ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത്, ഇവിടെ നമുക്ക് ഫോസിൽ ഇന്ധനങ്ങളെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. അതോടെ നോക്കാം. ഇതാ ഇവിടെ കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് ഇതൊക്കെ ഇന്ന് വാഹനങ്ങളിലും വ്യവസായശാലകളിലും പ്രധാനമായും ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഇന്ധനങ്ങൾ ഏതേത് സ്രോതസ്സുകളിൽ ഉൾപ്പെട്ടതാണ് എന്ന് പട്ടിക കണ്ടെത്തുക എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയോ, കൽക്കരി, പിന്നെ ഇവിടെ പെട്രോളിയം, പ്രകൃതിവാതകം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൽക്കരിയിൽ നിന്ന് നമുക്ക് കോക്ക്, അതുപോലെ തന്നെ അമോണിയ, അടുത്ത ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ഭാഗം പഠിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് വരാം. കൽക്കരി നോക്കൂ, കോളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കൽക്കരിയാണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ചോദിക്കാം. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കൽക്കരിയാണ്. കൽക്കരിയിലെ പ്രധാന ഘടകം കാർബൺ ആണ്. അടങ്ങിയിട്ടുള്ള കാർബണിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ് എന്നിങ്ങനെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. 4 തരത്തിലുള്ള കൽക്കരിയെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെയാണ്? പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോള്, ആന്ത്രസൈറ്റ് എന്നിങ്ങനെ കൽക്കരിയെ 4ആയി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആന്ത്രസൈറ്റിലാണ് ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിരിക്കുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിരിക്കുന്നത് ആന്ത്രസൈറ്റിലാണ്. ഇത് PSCയുടെ PYQ ആണ്. ഓർത്ത് വെച്ചേക്കുക, ആന്ത്രസൈറ്റിലാണ് ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കൽക്കരിയെ 4ആയിട്ട് നമുക്ക് പറയാം. ഏതൊക്കെയാണ് 4 ടൈപ്പ് ഓഫ് കൽക്കരിയിലെ കോള് ഏതൊക്കെയാണ്? പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോള്, അതുപോലെ ആന്ത്രസൈറ്റിലാണ് ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിരിക്കുന്നത്. ഇനി കൽക്കരിയെ വായുവിന്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവ ലഭിക്കും. കണ്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കൽക്കരിയെ വായുവിന്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവ ലഭിക്കും. ഓക്കെ, ഒന്നുകൂടെ നമുക്കത് വായിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കൽക്കരിയാണ്. ഒന്നാമത്തെ പോയിന്റ്, ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കൽക്കരിയാണ്. കൽക്കരിയിലെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കാർബൺ ആണ്. രണ്ടാമത്തെ പോയിന്റ്, അടങ്ങിയിട്ടുള്ള കാർബണിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൽക്കരിയെ 4ആയി പേര് പറയാം. പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോള്, ആന്ത്രസൈറ്റ്. ഇതിൽ ഈ ആന്ത്രസൈറ്റിലാണ് ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിട്ടുള്ളത്. കൽക്കരിയെ വായുവിന്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ലഭിക്കും? വായുവിന്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക്. അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവ ലഭിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ ഇവിടെ എഴുതാവുന്ന പോയിന്റ് കിട്ടിയല്ലോ. എന്തൊക്കെയാണ്? കോക്ക്, അമോണിയ, കോൾ ടാർ, കോൾ ഗ്യാസ് എന്നിവയാണ്. ഇനി അടുത്തൊരു ഏരിയയിലേക്ക് വരാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. CNG, LNG, LPG നോക്കാം. പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതിവാതകത്തിൽ നിന്നാണ്
കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ CNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്നറിയപ്പെടുന്ന LNGയും നിർമ്മിക്കുന്നത്. CNGയും LNGയും നിർമ്മിക്കുന്നത് പ്രകൃതിവാതകത്തിൽ നിന്നാണ്. ക്ലിയർ ആയോ? പെട്രോളിയത്തിനോടൊപ്പം ലഭിക്കുന്ന പ്രകൃതിവാതകത്തിൽ നിന്നാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്നറിയപ്പെടുന്ന LNGയും നിർമ്മിക്കുന്നത്. ഇവയിലെ പ്രധാനപ്പെട്ട ഘടകം മീഥെയ്നാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ CNGയിലെയും LNGയിലെയും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മീഥെയ്നാണ്. ഓക്കെ, മറക്കണ്ട, ചോദ്യം വന്നിട്ടുള്ളതാണ്. ഇവ വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. CNGയും LNGയും എവിടൊക്കെയാണ്? വാഹനങ്ങളിൽ, വ്യവസായശാലകളിൽ, തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ഉപയോഗിക്കുന്നുണ്ട്. പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് സൗകര്യപ്രദമായി ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് LNGയുടെ പ്രാധാന്യം. ഓക്കെ, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ്? പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച സൗകര്യപ്രദമായി ദൂരെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് LNGയുടെ പ്രാധാന്യം. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാനും സാധിക്കും. എന്താണ്? അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കിയിട്ട് പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാനും നമുക്ക് ഈ LNGക്ക് അങ്ങനൊരു സൗകര്യം കൂടി ഉണ്ട്. പഠിക്കുന്നത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിനെ കുറിച്ചാണ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അഥവാ LPG. ഓക്കെ, പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് LPG. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നത് പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത ഒരു വാതകമാണ്. എന്നാൽ ഗാർഹിക LPGയിൽ വാതക ചോർച്ച തിരിച്ചറിയാനായിട്ട് ഈഥെയ്ൻ മെർക്യാപ്റ്റൻ കലർത്തുന്നത് കൊണ്ടാണ് അതിന് മണമുണ്ടാകുന്നത്. PSC ഒരുപാട് തവണ ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മുടെ LPGയിൽ വാതക ചോർച്ച അറിയാൻ വേണ്ടിയിട്ട് മണമുള്ളൊരു സാധനം ചേർക്കുന്നുണ്ട്. അതിൻ്റെ പേരെന്താണെന്നുള്ളത് എന്താണ്? ഈഥെയ്ൻ മെർക്യാപ്റ്റൻ ആണ് ചേർക്കുന്നത്. അപ്പോൾ LPGയിലെ മുഖ്യ ഘടകം എന്ന് പറയുന്നത് ബ്യൂട്ടൈൻ ആണ്. LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ CNG അതുപോലെ തന്നെ LNG. ഓക്കെ, CNGയിലെയും LNGയിലെയും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. LNGയിലെയും CNGയിലെയും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതാണ്? മീഥെയ്ൻ ആണ്. ഞാൻ ഓർത്ത് വയ്ക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇനി LPGയിലെ കാര്യം പറയാം. LPGയിലെ പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ ആണ്. കണ്ടോ, നമ്മൾ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് PA B ആക്കിയാൽ എന്തായി? ഇവിടെ ബ്യൂട്ടൈൻ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഈ Pനെ B ആക്കി മാറ്റിയാൽ LPGയിൽ ബ്യൂട്ടൈൻ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കാം. കിട്ടും നമുക്ക്. ഞാൻ ഓർത്ത് വയ്ക്കുന്നത് അങ്ങനെയാണ്. പിന്നെ അതുപോലെ LNG, ഈ Nനെ എന്ത് ചെയ്യാം? M ആക്കി മാറ്റാം. M ആക്കി മാറ്റുമ്പോൾ എന്താണ്? ഉണ്ടോ, ഇവിടെ M ആക്കി. അപ്പം മീഥെയ്ൻ ആണ്. ഓക്കെ, LNGയിലെയും CNGയിലെയും പ്രധാനപ്പെട്ട ഘടകം മീഥെയ്ൻ ആണ്. LPGയിലെ പ്രധാനപ്പെട്ട ഘടകം ബ്യൂട്ടൈനുമാണ്. ക്ലിയർ ആയല്ലോ? ഇനി ഈ LPGയിൽ വാതക ചോർച്ച അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനത്തിൻ്റെ പേരെന്താണ്? ഈഥെയ്ൻ മെർക്യാപ്റ്റൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പെട്രോളിയത്തിനെ അംശിക സ്വേദനം ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? LPG കിട്ടുന്നത്. പ്രകൃതി വാതകത്തോടൊപ്പം ലഭിക്കുന്ന മറ്റ് രണ്ട് വാതകങ്ങളാണ് CNGയും LNGയും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മീഥെയ്ൻ. LNGയിലെയും CNGയിലെയും പ്രധാനപ്പെട്ട ഘടകങ്ങൾ മീഥെയ്ൻ ആണ്. LPGയിലെ പ്രധാനപ്പെട്ട ഘടകം ബ്യൂട്ടൈൻ ആണ്. LPGയും സുരക്ഷയും, LPG ആൻഡ് സേഫ്റ്റി എന്താണെന്ന് നോക്കാം. ഇവിടെ ഗാർഹിക ആവശ്യങ്ങൾക്ക് നമുക്ക് ലഭിക്കുന്ന പാചകവാതക സിലിണ്ടറുകളുണ്ടല്ലോ, അതിൻ്റെ കാലാവധി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഒരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. നോക്കിയോ, ഇതാ നോക്ക്, A24. ഇവിടെ A24 എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ, A24 എന്നാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം A എന്ന് പറഞ്ഞാൽ ജനുവരി മുതൽ മാർച്ച് വരെയെന്നും 24 എന്നത് 2024നെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ A എന്നത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ളതാണ്. ജാൻ മുതൽ മാർച്ച് വരെയുള്ളതാണ്. ആ ഒരു 3 മാസങ്ങളെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ B ആണെങ്കിലോ മാർച്ച് കഴിഞ്ഞ് അടുത്തത് ഏപ്രിൽ. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ആ 3 മാസം വീതമാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ C നമുക്ക് പറയാൻ അറിയാമല്ലോ. C എന്ന് പറയുന്നത് ജൂൺ കഴിഞ്ഞ് അടുത്തത് ജൂലൈ ആണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെയാണ്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ.
ഇനി ഡി ആണെങ്കിൽ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ, നവംബർ, ഡിസംബർ. മനസ്സിലായോ? അപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ കിട്ടുന്ന സിലിണ്ടറിൽ എന്താണ് എ 2025 എന്നാണെങ്കിൽ എന്താണ് എൻ്റെ കാലാവധി എന്ന് പറയുന്നത്? ജാനുവരി മുതൽ മാർച്ച് വരെ 2025 അല്ലേ? അപ്പോൾ ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്ന സിലിണ്ടറിൽ ഏതായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? ഇതിൽ C2025 എന്നായിരിക്കും അല്ലേ? C2025 എന്നല്ലേ എഴുതാം. ഓക്കെ, അതായത് ഇപ്പം നിലവിലുള്ള മാസം ഓഗസ്റ്റ് ആണ്. അപ്പോൾ LPGയും സുരക്ഷയും നോക്കാം. ഇതെന്താ ഈ വരച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്തു, റെക്കോർഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി. 1-2 അബദ്ധങ്ങൾ ഇപ്പോൾ ഈയിടെയായിട്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, കമ്മിങ് ടു ദ ടോപ്പിക്, നമുക്ക് A24 എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് കിട്ടുന്ന ഗാർഹിക ആവശ്യങ്ങൾക്ക് കിട്ടുന്ന പാചകവാതക സിലിണ്ടറിൽ ഈ രീതിയിലൊക്കെ മാർക്കിംഗ് ഉണ്ടായിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിൽ A എന്ന് പറയുന്നത് ജാനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളെയാണ് കാണിക്കുന്നത്. അതുപോലെ ബി ആണെങ്കിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെ, അതായത് 3 മാസമാണ് അതിൻ്റെ കാലാവധി പറയുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ. സി ആണെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഇനി ഡി ആണെങ്കിലോ ഒക്ടോബർ ടു ഡിസംബർ. ക്ലിയർ ആയല്ലോ ഈ പറഞ്ഞത്? അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്യാസ് സിലിണ്ടറിൽ C25 എന്നാണ് എഴുതിയിട്ടുള്ളെങ്കിൽ, C25 എന്നാണ് എഴുതിയിട്ടുള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ 2025, അതാണ് ആ ഒരു സിലിണ്ടറിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ LPGയുടെ മണം അനുഭവപ്പെടുന്നത് എപ്പോഴാണെന്നാണ് കേട്ടോ. LPGയുടെ മണം അനുഭവപ്പെടുന്നത് ചുരുങ്ങിയത് 3% LPG അന്തരീക്ഷ വായുവിൽ ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഈ ഒരു മണം അനുഭവപ്പെടും. എന്തിൻ്റെ മണമാണ് നമുക്ക് വരുന്നത്? ഈഥെയിൽ മെർക്യാപ്റ്റൻ്റെ ആണ് അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈഥെയിൽ മെർക്യാപ്റ്റൻ്റെ മണമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ LPG എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? മണമൊന്നും ഇല്ലാത്തൊരു വാതകമാണ്. അപ്പോൾ അതിൽ ലീക്കിംഗ് അറിയാൻ വേണ്ടിയിട്ട് അതിൽ ആഡ് ചെയ്യുന്ന ഈഥെയിൽ മെർക്യാപ്റ്റൻ്റെ മണമാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ആ മണം അനുഭവപ്പെടുന്നത്? LPG ഏറ്റവും ചുരുങ്ങിയത് 3% അന്തരീക്ഷ വായുവിലുണ്ടെങ്കിൽ നമുക്ക് ഈ LPGയുടെ മണം അനുഭവപ്പെടും. 2% സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും അത് തീപിടുത്തത്തിന് കാരണമായേക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, LPGക്ക് വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന് വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. LPG വാതകത്തിന്റെ മണം അനുഭവപ്പെട്ടാൽ വൈദ്യുത സ്വിച്ചുകൾ ഓൺ ചെയ്യുകയോ ഓൺ ആയിട്ടിരിക്കുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്യുകയോ ചെയ്യാനായിട്ട് പാടില്ല. LPG ചോർച്ചയുണ്ടായി തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ തീയുടെ ചൂട് മൂലം ഈ സിലിണ്ടർ ചൂടാവുകയും ദ്രാവക LPG വാതകമാവുകയും അതുപോലെ ഉള്ളിലെ മർദ്ദം അധികരിക്കുകയും ചെയ്യും, ഉള്ളിലെ മർദ്ദം കൂടുകയും ചെയ്യും. വാതക LPGയുടെ വികസിക്കാനുള്ള കഴിവ് 250 മടങ്ങാണ്. LPG വാതകമാകുമ്പോൾ ആ വാതകത്തെ സിലിണ്ടറിന് ഉൾക്കൊള്ളാനായിട്ട് കഴിയാതെ വരികയും മർദ്ദം ക്രമാതീതമായി വളർന്ന് ഉഗ്രസ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യും. ഈ ഉഗ്രസ്ഫോടനത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ബ്ലെവി എന്ന് പറയുന്നത്. എന്താണ് ബ്ലെവി? ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. BLEVE ഔട്ടോ. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ അങ്ങനെ വരും, ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ എന്നുള്ളതാണ്. നമ്മുടെ എന്താണ് ഫോഴ്സുകളുടെ എക്സാമിനും ഒക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ ബ്ലെവിയുടെ ഫുൾ ഫോം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാചക സിലിണ്ടറിൽ അതിൻ്റെ ഡേറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാലാവധി, ഡേറ്റ് അല്ല കാലാവധി രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ എപ്പോഴാണ് നമുക്ക് ഈ LPG അല്ലെങ്കിൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിൻ്റെ സ്മെല്ല് അനുഭവപ്പെടുന്നത്? അന്തരീക്ഷത്തിൽ ചുരുങ്ങിയതൊരു 3% LPGയുടെ മണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈഥെയിൽ മെർക്യാപ്റ്റൻ്റെ മണം വരുമ്പോഴാണ് നമുക്ക് ലീക്കേജ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. 2% ഉണ്ടെങ്കിൽ പോലും എന്താണ് അത് തീപിടുത്തത്തിന് കാരണമായേക്കാം എന്നാണ് പറയുന്നത്. പിന്നെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു അവസരം വന്നാൽ, തീപിടുത്തം ഉണ്ടായാൽ അല്ലെങ്കിൽ ലീക്കേജ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യരുതെന്നാണ് പറയുന്നത്? സ്വിച്ച് നമ്മൾ എടുക്കേണ്ട പ്രിക്വേഷൻസിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഓർത്ത് വയ്ക്കേണ്ട 2 പോയിന്റ്, LPGയുടെ വികസിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് 250 മടങ്ങാണെന്നുള്ളതാണ്. അപ്പോൾ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്, ലിക്വിഡ് രൂപത്തിലാണ് നമ്മുടെ ഈ സിലിണ്ടറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ LPG ലിക്വിഡിൽ നിന്ന് മാറി വാതകമാകുമ്പോൾ ആ വാതകത്തിനെ സിലിണ്ടറിൻ്റെ അല്ലെ ആ ഒരു കണ്ടെയ്നറിന് ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും മർദ്ദം ക്രമാതീതമായി വളർന്ന് അത് ഉഗ്രസ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്? ബ്ലെവി എന്ന് പറയുന്നത്. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തൊരു ഭാഗം,
ഇവിടെ ബയോമാസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ബയോമാസ്. ഓക്കെ, ബയോമാസിൻ്റെ കാര്യത്തിലേക്ക് വരാം. എന്താണ് ബയോമാസ്? വിറക്, ചാണകവറളി എന്നിവ പുരാതന കാലം മുതലേ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ്. ഇത്തരം ഇന്ധനങ്ങൾ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്നവയായതിനാൽ അവയെ ജൈവ അവശിഷ്ടങ്ങൾ അഥവാ ബയോമാസ് എന്നാണ് പറയുന്നത്. ഇത്തരം ജൈവ അവശിഷ്ടങ്ങളുടെ ജ്വലനം ഭാഗിക ജ്വലനമായിരിക്കും. ജൈവ അവശിഷ്ടങ്ങളുടെ ജ്വലനം എന്ത് ടൈപ്പ് ജ്വലനമാണ്? ഭാഗിക ജ്വലനമാണ്. ഭാഗിക ജ്വലനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സവിശേഷതകൾ: കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കുന്നു, താപോർജ്ജം കുറവായിരിക്കും, അതുപോലെ ഓക്സിജന്റെ ലഭ്യത കുറവൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ പഠിച്ചു അല്ലേ? കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു എന്ന കാര്യം പ്രത്യേകം ഓർത്തു വയ്ക്കുക. വിറക്, ചാണകവറളി പോലുള്ള കാര്യങ്ങൾ പണ്ട് മുതലേ ആളുകൾ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ്. അപ്പോൾ ഈ ഇന്ധനങ്ങൾ എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത്? വിറകെന്ന് പറയുമ്പോൾ സസ്യങ്ങളിൽ നിന്നും, ചാണകവറളി എന്ന് പറയുന്നത് അത് ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിന് ജൈവ അവശിഷ്ടങ്ങളാണ്. ഈ ജൈവ അവശിഷ്ടങ്ങളെയാണ് ബയോമാസ് അല്ലേ? ബയോമാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ജൈവ അവശിഷ്ടങ്ങളുടെ ജ്വലനം എന്ത് ടൈപ്പ് ജ്വലനമാണ്? ഭാഗിക ജ്വലനമാണ്. ഈ പൊതുസ്ഥലത്ത് ഇത്തരം ജൈവ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ശരിയായ പ്രവണതയാണോ? അപ്പോൾ ഇതിൻ്റെ പരിസരത്ത് കൂടി പോകുമ്പോൾ രൂക്ഷഗന്ധം ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തായിരിക്കും അതിന് കാരണം എന്നൊക്കെ കുട്ടികളോട് ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് ബയോഗ്യാസിനെ കുറിച്ച് നോക്കാം. ബയോഗ്യാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. ജൈവ അവശിഷ്ടങ്ങൾ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിച്ചാൽ ഓക്സിജന്റെ അഭാവത്തിൽ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് ബയോഗ്യാസ് ഉണ്ടാകുന്നു. എന്താണ്? ജൈവ അവശിഷ്ടങ്ങൾ ബയോഗ്യാസ് പ്ലാന്റിൽ കൊണ്ട് നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ അവിടെ ഓക്സിജന്റെ അഭാവത്തിൽ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ബയോഗ്യാസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ബയോഗ്യാസിലെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മീഥെയ്ൻ ആണ്. മീഥെയ്ൻ നമ്മൾ പറഞ്ഞു ഏതൊക്കെ? CNG, LNG ഇവയിലെ രണ്ടിലെയും പ്രധാനപ്പെട്ട വാതകം എന്ന് പറയുന്നത് മീഥെയ്ൻ ആണെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ഓക്കെ, മീഥെയ്ൻ ആണ്. അതുപോലെ തന്നെ ബയോഗ്യാസിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് എന്താണ്? മീഥെയ്ൻ ആണ്. ഓക്കെ, ഇതിലെ പ്രധാന ഘടകം മീഥെയ്നും കാർബൺ ഡയോക്സൈഡുമാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഘടകം മീഥെയ്നും കാർബൺ ഡയോക്സൈഡുമാണ്. പ്ലാന്റിൽ നിന്ന് പുറന്തള്ളുന്ന സ്ലറി. അപ്പോൾ അങ്ങനെ ഈ ബയോഗ്യാസിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്യാസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം പിന്നെ അതിൽ വരുന്ന ആ ഒരു വേസ്റ്റ്, അതിനെയാണ് സ്ലറി എന്ന് പറയുന്നത്. ഈ സ്ലറി നല്ലൊരു വളമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബയോമാസിനെ ബയോഗ്യാസ് ആക്കി മാറ്റുമ്പോൾ കൂടുതൽ കാലോറിക മൂല്യമുള്ള ഇന്ധനം ലഭിക്കുന്നു എന്ന് മാത്രമല്ല അന്തരീക്ഷ മലിനീകരണം കുറയുകയും ചെയ്യുന്നു. അതുകൂടാതെ മറ്റൊരു കാര്യം ഉണ്ട്. എന്താണ്? ഇതിൻ്റെ വേസ്റ്റ്, ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുള്ള സ്ലറി എന്ന് പറയുന്നത് നല്ലൊരു വളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, ബയോമാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിറക്, ചാണകവറളി പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലേ? ജൈവ അവശിഷ്ടങ്ങളാണ്. ഈ ജൈവ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയിട്ട് നമ്മൾ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അവിടെ ഓക്സിജന്റെ അഭാവത്തിൽ ബാക്ടീരിയയുടെ പ്രവർത്തനത്താൽ എന്തുണ്ടാകുന്നുണ്ട്? ബയോഗ്യാസ് ഉണ്ടാവുന്നുണ്ട്. ബയോഗ്യാസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് മീഥെയ്ൻ ആണ്. അപ്പോൾ ഈ മീഥെയ്നും കാർബൺ ഡയോക്സൈഡും കൂടി അവിടെ ഉണ്ടാവുന്നുണ്ട്. മീഥെയ്നും കാർബൺ ഡയോക്സൈഡും. അപ്പോൾ പ്ലാന്റിൽ നിന്ന്, ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് പുറന്തള്ളുന്ന സ്ലറി നല്ല വളമാണെന്നാണ് പറയുന്നത്. ബയോമാസിനെ ബയോഗ്യാസ് ആക്കി മാറ്റുമ്പോൾ കൂടുതൽ കാലോറിക മൂല്യമുള്ള ഇന്ധനമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, വീട്ടിലൊരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടെങ്കിൽ അല്ലേ? അത് മാത്രമല്ല അന്തരീക്ഷ മലിനീകരണം കുറയുകയും ചെയ്യും. നമുക്ക് ഈ ജൈവ അവശിഷ്ടങ്ങൾ എങ്ങനെ നശിപ്പിക്കുന്ന, അല്ലെ അതിനെ എവിടെ കൊണ്ട് തള്ളുന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ബോധേഡാവേണ്ട ആവശ്യമില്ല. അപ്പോൾ വേസ്റ്റിൽ നിന്ന് നമുക്ക് കാലോറിക മൂല്യമുള്ള ഇന്ധനം ലഭ്യമാക്കാനുള്ള ഒരു വഴിയാണ് ബയോഗ്യാസ് പ്ലാന്റുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്തത് ഇന്ധനക്ഷമത അല്ലെങ്കിൽ ഫ്യൂവൽ എഫിഷ്യൻസിയെ കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഫ്യൂവൽ എഫിഷ്യൻസിയെ കുറിച്ച് പറയുന്ന പോയിന്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. LPG നമ്മുടെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവയ്ക്കുമ്പോൾ അത് എത്ര നാളത്തേക്ക് നമുക്ക് യൂസ് ആവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നിങ്ങളെല്ലാവരും വീട്ടമ്മമാരും ഒക്കെ ആയിരിക്കും. അപ്പോൾ കുട്ടികളോട് ചോദിച്ചിരിക്കുകയാണ്, വീട്ടിൽ LPG ഗ്യാസ് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു LPG സിലിണ്ടർ എത്ര നാളത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, എത്ര ദിവസത്തേക്കുള്ള പാചകം സാധ്യമാവും, അതുപോലെ LPG സിലിണ്ടറിൻ്റെ കിലോഗ്രാം എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളോട് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി കാലോറിക മൂല്യത്തെക്കുറിച്ച് നോക്കാം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, നോക്കണം. കാലോറിക മൂല്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ആദ്യം ഹൈഡ്രജനെ കുറിച്ച് നോക്കാം.
1,50,000 1,50,000 ആണ് എന്ത് നമ്മുടെ ഹൈഡ്രജൻ്റെ കാലോറിക മൂല്യം എന്ന് പറയുന്നത്. 1,50,000 ആണ് കാലോറിക മൂല്യം എന്ന് പറയുന്നത്. കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് കാലോറിക് വാല്യൂവിൻ്റെ ഒരു യൂണിറ്റ്. ഓക്കെ, 1 കിലോഗ്രാം അത് നമുക്ക് നോക്കാം എന്താണ് കാലോറിക് വാല്യൂവിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് നോക്കാം. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിൻ്റെ അളവിനെയാണ് ആ ഇന്ധനത്തിൻ്റെ കാലോറിക മൂല്യം അല്ലെങ്കിൽ കാലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. കാലോറിഫിക് വാല്യൂ അല്ലെങ്കിൽ കാലോറിക മൂല്യം. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിൻ്റെ അളവ്, അതാണ് ആ ഇന്ധനത്തിൻ്റെ കാലോറിക മൂല്യം. ഇതിൻ്റെ യൂണിറ്റ് ആണ് കിലോ ജൂൾ പെർ കിലോഗ്രാം. കിലോ ജൂൾ പെർ കിലോഗ്രാം എന്നാണ് അതിൻ്റെ യൂണിറ്റ്. ഓക്കെ, കിലോ ജൂൾ പെർ കിലോഗ്രാം എന്നുള്ളതാണ് കാലോറിക മൂല്യത്തിൻ്റെ യൂണിറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കിലോ ജൂൾ എന്ന് എഴുതുമ്പോൾ കെ സ്മോൾ ലെറ്ററും ജെ ക്യാപിറ്റൽ ലെറ്ററും ആണ് കേട്ടോ. പിന്നെ കിലോഗ്രാം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, കെയും ജിയും സ്മോൾ ലെറ്ററാണ്. അപ്പോൾ ഇതിൽ ഹൈഡ്രജൻ്റെ കാലോറിക മൂല്യം നമ്മൾ പറഞ്ഞു 1,50,000 ആണ്. 1,50,000 ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഭാഗത്ത് നോക്കിയിരിക്കേണ്ടത് ഹൈഡ്രജൻ്റെ കാലോറിക് വാല്യൂ തന്നെയാണ്. കൂടാതെ LPG കൂടി ഇവിടെ തന്നിട്ടുണ്ട്, 55,000 ആണ്. 55,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ബാക്കിയുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഹൈഡ്രജൻ തന്നെയാണ്. ഓക്കെ, ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന ഹൈഡ്രജൻ്റെ കാലോറിക മൂല്യം 1,50,000 ആണ് എന്ന പോയിന്റ് ഓർക്കുക. ഇനി അടുത്തൊരു പോയിന്റ്, ഇവിടെ ചോദ്യം കണ്ടോ, കാലോറിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനമായി കണക്കാക്കാവുന്നത് ഏതിനെയാണ്? ഹൈഡ്രജനെയാണ്. പക്ഷേ ഹൈഡ്രജന് ഒരു കത്താനുള്ള സാധ്യത, സ്ഫോടന സാധ്യത കണക്കിലെടുത്തിട്ടാണ് നമ്മളതിനെ ഒരു ഇന്ധനമായി കൺസിഡർ ചെയ്യാൻ നമുക്കുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. എങ്കിലും ഇപ്പം നമുക്ക് അതൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് ശാസ്ത്രലോകം കുറച്ചുകൂടി പുരോഗമനത്തിലേക്ക് വരികയാണ് അല്ലേ. നോക്കാം നമുക്ക് ഹൈഡ്രജനും ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലും. ഹൈഡ്രജൻ ആൻഡ് ഫ്യൂവൽ സെല്ലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഉയർന്ന കാലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. എത്രയാണ്? 1,50,000 ആണ്. 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്നുള്ളതാണ് ഹൈഡ്രജൻ്റെ കാലോറിക വാല്യൂ. നമ്മൾ പഠിച്ചു. ഇത് എളുപ്പം തീ പിടിക്കുന്നതും സ്ഫോടക സ്വഭാവമുള്ളതുമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഇത് എളുപ്പം തീ പിടിക്കുന്നതും സ്ഫോടക സ്വഭാവമുള്ളതാണ്. അതിനാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ സംഭരിക്കാനോ ബുദ്ധിമുട്ടാണ്. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിന് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല് ഉപയോഗിക്കുന്നുണ്ട്. ഊർജ്ജങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈദ്യുതോർജ്ജം. ഏറ്റവും എളുപ്പത്തിൽ വിവിധ രൂപങ്ങളിലേക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് വൈദ്യുതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ അഭിവൃദ്ധിയെ അളക്കുന്ന ഒരു ഘടകമാണ് ആ രാജ്യത്തെ ഓരോ വ്യക്തിക്കുമുള്ള വൈദ്യുതോർജ്ജത്തിന്റെ ലഭ്യത. വൈദ്യുതിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഊർജ്ജ രൂപത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വൈദ്യുതോർജ്ജം എന്ന് പറയുന്നത്. ഏറ്റവും എളുപ്പത്തിൽ വിവിധ രൂപങ്ങളിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒന്നാണ് ഇത്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ അഭിവൃദ്ധിയെ അളക്കുന്ന ഒരു ഘടകമാണ് ആ രാജ്യത്തെ ഓരോ വ്യക്തിക്കുമുള്ള വൈദ്യുതോർജ്ജത്തിന്റെ ലഭ്യത എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരുമ്പോൾ പവർ സ്റ്റേഷനുകളെ പരിചയപ്പെടുത്തുകയാണ്. വിതരണത്തിന് വേണ്ടിയിട്ട് വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളെ പറയുന്ന പേരാണ് പവർ സ്റ്റേഷനുകൾ എന്ന്. അപ്പോൾ ഈ പവർ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള യാന്ത്രികോർജ്ജം വ്യത്യസ്ത രീതിയിലാണ് അവിടെ ലഭ്യമാകുന്നത്. അപ്പോൾ അങ്ങനെ ഊർജ്ജ സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിൽ പവർ സ്റ്റേഷനുകളിൽ സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. അതായത് ഒഴുകുന്ന ജലം യൂസ് ചെയ്തിട്ടാണെങ്കിൽ അതിന് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറയും. പിന്നെ തെർമൽ പവർ സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വരുന്നുണ്ട്. അത് നമ്മൾ അടുത്തൊരു ക്ലാസ്സിലാണ് പാർട്ട് 2 ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ഊർജ്ജ പരിപാലനം എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് നമ്മളത് ചെയ്യും. തൊട്ടടുത്ത ദിവസം തന്നെയാണ് ചെയ്യുക. കാരണം ഇത് വലിയൊരു ചാപ്റ്ററാണ്. നമുക്ക് ഒരു പോയിന്റും അങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയാനായിട്ട് പറ്റുന്ന ചാപ്റ്ററും അല്ല. ഒരുപാട് പോയിന്റ്സ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് വരുന്നതാണ്, ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഭാഗത്തും കുറച്ചധികം പോയിന്റ്സ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളതെല്ലാം പഠിക്കണം. അത് അടുത്ത ക്ലാസ്സിലാകട്ടെ. ഇനി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ളവർ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻ കേസ് ലിങ്ക് വർക്ക് ആവുന്നില്ല എങ്കിൽ എക്സാം വോയേജ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടെലഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് കമൻസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്ന രീതിയിലൊന്ന് മാറ്റം വരുത്തിയാൽ കുറച്ചുകൂടി നന്നായിരിക്കും, അങ്ങനത്തെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അപ്പം നമുക്കത് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൽ മാറ്റങ്ങളൊക്കെ വരുത്താം.
നമ്മുടെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. SCERT സീരീസൊക്കെ ഫോളോ ചെയ്യാൻ അവരോടും തീർച്ചയായിട്ടും പറയുക. ഏത് PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും SCERTക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉള്ളതാണ് അല്ലേ. അപ്പോൾ പുതിയ SCERTയും പഴയ SCERTയും ഒക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ അതെല്ലാം നമ്മളുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ കവർ ചെയ്യുന്നതാണ്. കൂടാതെ തന്നെ ASMൻ്റെ സെക്കൻഡ് ഫേസ് എക്സാമിന് ശേഷം നമ്മൾ ടെലഗ്രാമിൽ റിവിഷൻ ആരംഭിക്കുമെന്ന കാര്യം കൂടി നിങ്ങളോട് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണുള്ളത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഉണ്ടെങ്കിൽ പറയുക, ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടി ചെയ്തേക്കാം. താങ്ക്